ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും സർവകൃപാലുവായ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്ന് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും നമുക്ക് തന്ന് നമ്മെ ഓരോ ദിവസവും ഉള്ളം കൈയിൽ വഹിച്ച് ദൈവകൃപയ്ക്കൊത്തവണ്ണം ജയോത്സവത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഓരോ ദിവസവും തരുന്ന ദൈവത്തിൻ്റെ ആലോചന നമ്മളാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി നിർത്താൻ, മറ്റുള്ളവരുടെ നടുവിൽ ലജ്ജിച്ചു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആലോചനയായി നമ്മളിൽ വർത്തിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്ന കൂടെ ദൈവവചനം കേൾപ്പാൻ തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദൈവാലോചന എഫേസ്യ ലേഖനത്തിലൊരു വാക്യം വായിച്ചുകൊണ്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവീൻ. സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് പെരുമാറുക, ഭീഷണി വാക്കുകൾ ഒഴിവാക്കുക. എഫേസ്യ ലേഖനത്തിൻ്റെ അനേക പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, സഭയുടെ കാന്തനായിരിക്കുന്ന കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ ഈ ഭൂമിയിൽ കാന്തയായ സഭ, അതിനകത്തെ ഓരോ അംഗങ്ങളുമായിരിക്കുക എന്നതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകതകളിൽ, ആ ഉപദേശത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. പല വിധത്തിലെ പ്രത്യേകതകൾ എഫേസ്യ ലേഖനത്തിനുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ വിശ്വാസികളും ക്രിസ്തു വിശ്വാസികൾ, യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, കർത്താവായ യേശുവിനെ ആത്മമണവാളനായി സ്വീകരിച്ചിരിക്കുന്നവർ, അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർ മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും, സ്ഥാപനം നടത്തുന്നവരാണെങ്കിലും അതിനകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, യജമാനനാണെങ്കിലും ദാസനാണെങ്കിലും, ഉപദേശിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും, അവർക്കെല്ലാവർക്കും നിയമബന്ധിതമായിരിക്കുന്ന ഉപദേശങ്ങൾ ഈ ലേഖനത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്നിട്ടുണ്ട്. ഏറ്റവും മാന്യമായ നല്ലവരായ ദൈവമക്കളായി ജീവിക്കുക എന്നത് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന വലിയൊരു ആഹ്വാനമാണ്. അത് തന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ച് അവനവൻ്റെ കാര്യം നടത്തി രക്ഷയിലോ അല്ലെങ്കിൽ തകർച്ചയിലോ ഏത് നിലവാരത്തിലെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത ആത്മീകർക്ക് ഭൂഷണമല്ല. പിന്നെയോ നമുക്കൊത്തിരി സാധ്യതയുള്ളവരാണ്. ദൈവത്തെ കിട്ടിയവർ, ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ രക്ഷകനായി കിട്ടിയവർ, പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടവർ, ഉപദേശങ്ങളും സത്യങ്ങളും ഗ്രഹിപ്പാൻ ഭാഗ്യം ലഭിച്ചവർ, നല്ല ഉപദേഷ്ടാക്കന്മാരെ കിട്ടിയവർ, നല്ല ആത്മീക കൂട്ടായ്മ ലഭിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ നല്ല ആത്മീക അന്തരീക്ഷം ലഭിച്ചവർ, അങ്ങനെ ഒത്തിരി ഗുണഗണങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചു. അങ്ങനെയുള്ള ആളുകൾ സാധാരണക്കാരെ പോലെ ജീവിച്ച് തീരരുത് എന്ന് വളരെ കർക്കശമായി ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം ലേഖനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ദൈവം നമ്മെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കൊച്ചു സന്ദേശങ്ങളിലൂടെ അതിൻ്റെ പൊരുൾ തിരിച്ച് നമുക്ക് തരുന്നു. എത്ര വലിയ നെറ്റ്വർക്കാണ് ദൈവം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം അത് കേൾക്കാനും അനുഭവിക്കാനും അറിയാനും ആസ്വദിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച നമ്മർ ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരായിരിക്കണം. അതിനുതകുന്ന ആത്മീക സന്ദേശങ്ങൾ ഇതിനകത്ത് ദൈവം തരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദൈവമായ കർത്താവ്, ഞാൻ ഈ എല്ലാ ദിവസവും നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ മിക്കവാറും എല്ലാം മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ ദിവസത്തെ ഭാരങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ സ്വാന്തനിപ്പിച്ചും തണുപ്പിച്ചും ഒക്കെയാണ് പലപ്പോഴും കൊച്ചു വാക്കുകളിലൂടെ കാര്യങ്ങൾ പറയാറുള്ളത്. എന്നാൽ ഈ നന്മയൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ സ്റ്റാൻഡേർഡ്, ഈ ഭൂമിയിലെ ജീവിത നിലവാരം, അത് മാന്യമായിരിക്കണം എന്ന് കൂടി ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ നമ്മളെ ഓർപ്പിക്കാറുണ്ട്. ഇന്ന് അതുപോലത്തെ
ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് തരുന്നത്. യജമാനന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ 9-ാം വാക്യം ആരംഭിക്കുന്നത്. യജമാനന്മാർ എന്നവിടെ ഉദ്ദേശിച്ചത് 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് എല്ലാ തരത്തിലെ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ജോലിക്കാരായിരിക്കുന്ന ആളുകളും അവർക്ക് ജോലി കൊടുക്കുന്ന മുതലാളിമാരായിരിക്കുന്ന യജമാനന്മാരും. അപ്പോൾ ഈ രണ്ട് കൂട്ടരും കൂടി ഒരു കൂട്ടായ്മയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കൊക്കെ ഒന്നിച്ചു കൂടി വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം, ഒരു സഭയിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു പള്ളിയിലൊക്കെ കൂടി വരുമ്പോൾ സാറ് ഞങ്ങളുടെ പള്ളിയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ചകൾക്കും ചിലപ്പോൾ ഉദാസീനതകൾക്കൊക്കെ സാധ്യതയുണ്ടാവും. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവ് ഉപദേശം കൊടുക്കുകയാണ്. നിങ്ങളുടെ യജമാനൻ നിങ്ങളുടെ കൂട്ടു സഹോദരനായിരിക്കാം, പക്ഷേ അതിൻ്റെ കെയർ ഓഫിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരിക്കലും ഉഴപ്പാനും ഉദാസീനരായി നഷ്ടം വരുത്താനും ഇടയാകരുത്. തിരിച്ച് യജമാനന്മാരോടും ആ രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത്. അപ്പോൾ ആത്മീകത്തിൻ്റെ മാന്യത എല്ലാ തുറയിലും ഉണ്ടായിരിക്കണം എന്നത് ദൈവം ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. യജമാനന്മാരായിരിക്കുന്ന ആളുകൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, എപ്പോഴും എന്ത് കാര്യം ചെയ്താലും, കൊടുക്ക വാങ്ങലാകട്ടെ, തൊഴിലാകട്ടെ, എന്ത് ചെയ്താലും നമുക്ക് ഒരു യജമാനൻ, ശരിക്കും വേദപുസ്തകത്തിൻ്റെ ഉപദേശം, കൂലി തരുന്നത്, ആ നോട്ട് നമ്മുടെ കയ്യിൽ തരുന്നത് ഭൂമിയിലുള്ളൊരു സാറായിരിക്കാം, പക്ഷെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് സ്വർഗത്തിലാണ്. ആ പാരഗ്രാഫിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ആത്മാർത്ഥതയോടെ ഇവിടെ ചെയ്താലും അതിൻ്റെ കൂലിയെല്ലാം സെറ്റ് ചെയ്യുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. ഇപ്പോൾ യാതൊരു ഉദാസീനതയില്ലാതെ, മരവിപ്പും മടുപ്പുമില്ലാതെ, മന്ദതയും അലസതയുമില്ലാതെ, ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും എൻ്റെ ദൈവം ഒരിക്കലും ഞാൻ നിമിത്തം നിന്ദിതനാകാതിരിക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം സ്വർഗത്തിലിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ യജമാനന്മാരോടും പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളോട് ഇടപെടുമ്പോൾ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പെരുമാറുക എന്നതാണ്. ആത്മീക ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ പെരുമാറ്റമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, യോഗത്തിന് പോയി, വേദപുസ്തകം വായിച്ചു, ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ പെരുമാറ്റം, നമ്മളൊരു സ്ഥലത്ത് പോയി ജീവിക്കുമ്പോൾ അവിടുത്തെ പെരുമാറ്റം, കോളേജിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പോകുമ്പോൾ അവിടുത്തെ പെരുമാറ്റം, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പെരുമാറ്റം, നിങ്ങൾ വീട്ടിലൊരു സെർവൻ്റായിട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ പെരുമാറ്റം, ഇത് മുഴുവൻ ശ്രദ്ധിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? നമ്മുടെ പാരമ്പര്യമായിട്ടോ, നമ്മുടെ കൾച്ചറുമായിട്ടോ, നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടുള്ള പെരുമാറ്റം, ഓരോ കാര്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ വെളിപ്പെടുന്നത്. വീട്ടിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അത് വെളിപ്പെടും. നമുക്ക് വല്ലാത്ത ആവശ്യങ്ങളുണ്ടെങ്കിൽ പെരുമാറ്റത്തിലൂടെ അത് വെളിപ്പെടും. നമ്മുടെ മനസ്സിനകത്ത് ദുഃഖവും പ്രയാസവും കഷ്ടവും ഉണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിലൂടെ വെളിപ്പെടും. ആരോടോ നമുക്ക് വൈരാഗ്യവും വിഷമവും വേദനയും ഉണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിലൂടെ വെളിപ്പെടും. ആരെങ്കിലും നമ്മളെ പറ്റിച്ചു, നമ്മൾ വല്ലാതെ, കുഞ്ഞുനാളിൽ പോലും സൈക്കാട്രിസ്റ്റൊക്കെ പറയുന്നത്, നമ്മുടെ ബാല്യ കൗമാര കാര്യങ്ങളിൽ പോലും നമ്മൾ നേരിട്ടിരുന്ന ടോർച്ചറിങ് ബുദ്ധിമുട്ടുകൾ, വീട്ടിനകത്തു നിന്നോ പുറത്തു നിന്നോ ഹോസ്റ്റലിൽ നിന്നോ ഒക്കെ നമുക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കെട്ടിക്കിടന്നാൽ വിവാഹ ജീവിതത്തിൽ പോലും പെരുമാറ്റത്തിലൂടെ അത് വെളിപ്പെടുമെന്ന് പറയുന്നത്. ഇതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ പെരുമാറ്റം ഒരിക്കൽ പോലും നമ്മുടെ കൾച്ചറിന് ചേർന്നതോ, നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തിലോ, നമ്മൾ ഇന്നലെ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലോ, നമ്മളോട് മറ്റേ ആരെങ്കിലും മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും നമ്മുടെ വീട്ടിലോ ഓഫീസിലോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഒരു സ്ഥലത്ത് പോലും, നമ്മുടെ സഭയിലോ ഒരിടത്ത് പോലും നമ്മുടെ പെരുമാറ്റം
നമ്മുടെ ഇന്നലകളിൽ നമ്മൾ നേരിട്ടതോ ഇപ്പോൾ നമ്മൾ സഹിക്കുന്നതോ ആയിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യരുത്. ഏറെ ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഗുണമില്ലാതെ പോകുന്നു. ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇനി ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പല സ്ഥലങ്ങളിൽ പോയി, നിങ്ങളെപ്പോലുള്ള ആളുകളുമോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യത്തിനും മാറ്റം വരുന്നില്ല, നീക്കുപോക്ക് വരുന്നില്ല. എവിടാണ് ഞങ്ങളുടെ തടസ്സം എന്ന് പറഞ്ഞതാ? ഇതൊക്കെ പറയുന്ന ആളുകളെ ഞാൻ ശ്രദ്ധയോടെ വീക്ഷിക്കും. എല്ലാവർക്കും കൂടിയുള്ള മറുപടി പരിശുദ്ധാത്മാവിൽ പറയുക. നമ്മുടെ പെരുമാറ്റങ്ങളിൽ വളരെ സൂക്ഷിച്ചോളണം. സ്വർഗസ്ഥനായ ദൈവം നമുക്കുണ്ടെന്നും ആ ദൈവം യജമാനനാണെന്നും ആ യജമാനൻ സകലതും അറിയുന്നവനും കാണുന്നവനുമാണെന്നും ആ യജമാനന് മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് പെരുമാറിക്കൊള്ളണം. ഒരിക്കൽ പോലും ആത്മീകർക്ക് ചേരാത്ത ഒരു പെരുമാറ്റവും, നമ്മൾ പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല, നമ്മൾ വെള്ളം കുടിക്കാതെ ഈ വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കിന് വേണ്ടി ഇത്ര ദിവസങ്ങൾ ഉപവാസം എടുത്തോ എന്നുള്ളതല്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട്, ഉപവാസം എടുത്തു കഴിഞ്ഞിട്ട്, നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട്, നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീടുള്ള പെരുമാറ്റങ്ങൾക്കാണ് പ്രാധാന്യം. എങ്ങനെ പെരുമാറണം? ഒറ്റ വാക്കിലൂടെ പറഞ്ഞിരിക്കുക. നമ്മുടെ തലയ്ക്ക് മീതെ ഒരു യജമാനനുണ്ട്, കൺട്രോൾ റൂം മുകളിലാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാ കാര്യത്തിലും പെരുമാറിക്കൊള്ളണം. ആര് നമ്മളോട് എന്ത് ചെയ്താലും ദൈവം എല്ലാം കൈകാര്യം ചെയ്യും. ഇച്ചിരി താമസിക്കും, അന്നേരം തന്നെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ദൈവം ഇടപെട്ടെന്നിരിക്കുകയില്ല. പക്ഷെ ദൈവം ഇടപെടാതിരിക്കില്ല. അതറിഞ്ഞുകൊണ്ട് പെരുമാറിക്കൊള്ളണം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ പഠിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നീതിമാനാണ്, എൻ്റെ വിഷയത്തിൽ ഇടപെടും. അതുകൊണ്ട് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് പെരുമാറാനൊന്നുമില്ല, ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വളരെ ഫ്രാങ്കായി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സോടെ ചെയ്തേക്കുക. നമ്മളെ ഉപദ്രവിച്ചാലും നമുക്കിനി കൂലി കുറച്ചാലും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ പെരുമാറുക. ബാക്കിയെല്ലാം ദൈവം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവനവൻ്റെ സ്ഥിതി അനുസരിച്ച് പെരുമാറാൻ, ഞങ്ങളോട് പലരും ചെയ്തതനുസരിച്ച് പെരുമാറാൻ ഞങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ഞങ്ങൾ ദൈവത്തെ ഓർത്തും ഞങ്ങൾ ആരെന്നറിഞ്ഞും ഞങ്ങൾക്കൊരു യജമാനനുണ്ടെന്നറിഞ്ഞും കൂലി അങ്ങയുടെ പക്കലാണെന്നറിഞ്ഞും അങ്ങാണെല്ലാം നിർവഹിക്കുന്നതെന്ന് അറിഞ്ഞും അതുപോലെ പെരുമാറാൻ, സന്തോഷത്തോടെ പെരുമാറാൻ ഞങ്ങളെ അനുവദിക്കണം. അതിന് തക്കവണ്ണം ഞങ്ങൾക്കുള്ള കൃപ തരണം. എല്ലാ വിധത്തിലും ഞങ്ങളെ മാനിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.